ഒരുപാട് പാട്ടുകൾ, നല്ല ട്യൂണുകൾ ഇന്നത്തെ കാലത്ത് മാപ്പിളപ്പാട്ടിൽ മിക്കവരും പാടുന്നു. ഇപ്പൊ പുതിയ കുട്ടികളായാലും പഴയവരായാലും പാടിയതിലുണ്ട്. പഴയ പാട്ടുകൾ പാടിയ ഷബീഖൊക്കെ പാടിയതൊക്കെ ഇപ്പൊ പുതുതായിട്ട് പാടി കുട്ടികളൊക്കെ പാടിയിറക്കിയിട്ടുണ്ട്. അതും ഒക്കെ നല്ല ട്യൂണുകളൊക്കെ ഉണ്ട്. കുറേ വർഷം മുമ്പാണെങ്കിൽ എല്ലാം ഒരേ ടൈപ്പ് ട്യൂണുകൾ മാത്രമായിരുന്നു. പക്ഷെ ഇന്നതല്ല, നല്ല നല്ല ട്യൂൺസാണ് എല്ലാവരും ചെയ്യുന്നത്. അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒറ്റ പ്രാവശ്യം തന്നെ കേട്ടപ്പോഴേ മനസ്സിൽ പതിഞ്ഞു പോയ ഒരു പാട്ടാണ് ചിത്ര ഒരു മാപ്പിളപ്പാട്ട് പാടിയിട്ടുണ്ട്. OM കരുവാഴക്കുണ്ടിന്റെ ഒരു പാട്ട്. അത് ട്യൂൺ ചെയ്തേക്കണത് മറന്നുപോയി ഞാൻ. പക്ഷെ അതെല്ലാവർക്കും അറിയാം, ഭയങ്കര പോപ്പുലറാണ് ആ പാട്ട്. അത് മസ്ജിദുൽ ഹറമിന്റെ പടിവാതിലിൽ ഞാൻ ഒരു ദിവസം പോകും, എന്റെ മലക്കുൽ ജബ്ബാറിന്റെ തിരുമുമ്പിൽ ഒരിക്കൽ വീണു നമസ്കരിക്കും, ഞാൻ കേണുതുവായിരക്കും. മസ്ജിദുൽ ഹറമിന്റെ പടിവാതിലിൽ ഞാൻ ഒരു ദിവസം പോകും. സെൽഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇന്ന് ചെയ്യുന്ന, ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഒരാൾ ചെയ്യുന്ന കാര്യമാണ്. അതിനാരെയും കുറ്റം പറയല്ല കേട്ടോ. എങ്കിലും എനിക്കത് ചെയ്യാൻ മടിയാണ്. ഒരു മന്ത്രിയാണ് എനിക്ക് പൊന്നാട അണിയിക്കുന്നതിലെങ്കിൽ പോലും അതൊരു സ്റ്റാറ്റസ് ഇട്ട്, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ, ഏറ്റവും ഉയർന്ന ഒരു മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ മുന്നിൽ നിന്നും മന്ത്രിമാരിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അല്ലെങ്കിൽ നല്ല വലിയ മാപ്പിളപ്പാട്ട് രംഗത്ത് നല്ല വലിയ ഒരു അംഗീകാരം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കിട്ടുന്ന സമയത്തും എനിക്ക് മനസ്സിൽ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഇതൊന്നും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. എല്ലാവരും അറിയണമെന്നുണ്ട്, അറിയപ്പെടണമെന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ തന്നെ അത് ചെയ്യണത് സ്റ്റാറ്റസ് ആക്കി ഇടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പുകളിലേക്ക് അതിങ്ങനെ എന്താ പറയാ, സോഷ്യൽ മീഡിയ എന്ന് പറയുമല്ലോ, എല്ലാത്തിലേക്കും ഇങ്ങനെ കൊടുക്കാനോ എനിക്ക് സെൻഡ് ചെയ്യാനൊന്നും എനിക്കത് ഭയങ്കര ഇഷ്ടമല്ലായികയല്ല, ഭയങ്കര ഒരു നാണക്കേട് മാതിരിയാ. കാരണം ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, ഇതിപ്പോ കാണിച്ചു തന്നിട്ട് വേണോ എന്നാരെങ്കിലും വിചാരിക്കുമോ എന്നുള്ള ഒരു മടി. ആ സമയത്ത് ആരെങ്കിലും ആവശ്യപ്പെട്ട വേഗം തന്നെ ഞാനത് വേഗം അയച്ചു കൊടുക്കും. അവരാർക്കെങ്കിലും ഒക്കെ അയച്ചാല് സന്തോഷമാവുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇത്. പിന്നെ എന്ന് പറയണത് തീർച്ചയായിട്ടും ഇതൊരു മോശം പരിപാടിയെന്ന് ഞാൻ പറയില്ല. കാരണം ഇന്നത്തെ കുട്ടികൾ അവരൊരു പാട്ട് പാടുന്നുണ്ടെങ്കിൽ ഉടനെ ആരുടെങ്കിലും കയ്യിൽ മൊബൈൽ കൊടുത്തിട്ടുണ്ടാവും, അത് റെക്കോർഡ് ചെയ്ത് എല്ലാ ഗ്രൂപ്പുകളിലേക്കും, ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പ് നെല്ലിക്കാക്കുട്ടി ചെറിഞ്ഞ കാര്യമാണത്, എല്ലാ ഗ്രൂപ്പുകളിലേക്കും അവർ സെൻഡ് ചെയ്യും. പറ്റുന്നവർക്കെല്ലാം പേഴ്സണലി സെൻഡ് ചെയ്യും. പക്ഷെ അതില് ഇപ്പൊ ഒരു 100 ആൾക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ആളെങ്കിലും അവരറിയപ്പെടുകയാണ്. അങ്ങനെ അറിയപ്പെടാൻ ഇന്ന് സാധ്യതയുണ്ട് എല്ലാ കുട്ടികൾക്കും പാട്ട് കേൾക്കും. പക്ഷെ ഒരു കാര്യമുണ്ട് ചിലതിൽ. ഇപ്പൊ പിന്നൊരു കാര്യം പറയാനുള്ളത്, എൻ്റെത് എന്ന് പറയണത് എനിക്ക് എത്ര വലിയ വേദിയാണെങ്കിലും ഇതൊന്നും എനിക്ക് എടുത്തതാന്ന് പറയുന്നത് ഞാൻ എൻ്റെ മൊബൈൽ ഇന്നേ വരെ ആരുടെ കയ്യിലും കൊടുത്തിട്ടില്ല. അതും ഈ പറയുന്ന ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആരെങ്കിലും ഒന്ന് എടുത്തിരുന്നെങ്കിൽ എന്ന ആഗ്രഹമുണ്ട് മനസ്സിൽ. കാരണം എനിക്കെങ്കിലും കാണാലോ. ഇപ്പൊ എനിക്ക് കിട്ടിയ അംഗീകാരത്തിന്റെ ഇതുങ്ങളോ ഒന്നും എൻ്റെ മൊബൈലിലില്ല. കാരണം എന്താ, വല്ലവരൊക്കെ എടുത്തിട്ടുണ്ടാവും, പക്ഷെ ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല. അതുകൊണ്ട് അതെൻ്റെ ഒരു ചീത്ത സ്വഭാവമാണ്. എടുക്കുന്നവരെ ഞാൻ കുറ്റം പറയല്ല. പിന്നെ ഒരു കാര്യം, ഇത് ഈ എടുക്കുന്നവരിൽ ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. എത്ര ചീത്തയാക്കി പാടിയ പാട്ടാണെങ്കിലും ശരി, എത്ര തെറ്റിയ പാട്ടാണെങ്കിലും ശരി, അവിടെ ഇവിടെയും സ്വരസ്ഥാനങ്ങളും താളങ്ങളും ഒക്കെ പോയാലും ശരി, അവരതെടുത്ത് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിനും പോസ്റ്റ് ചെയ്യും. അതിലൂടെ അവരുടെ തിന്മകളും ആളുകൾ മനസ്സിലാക്കുക. നല്ലതാണ് എന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യാവുള്ളൂ എന്നത് എനിക്കൊരു ഒരു ഇതുണ്ട്. എല്ലാവരെയും അറിയുക, ഒരു അഭിപ്രായം ഉണ്ട് എനിക്കങ്ങനെ. ഇത് നന്നായിട്ടില്ല എന്ന് തോന്നിയാൽ അയക്കരുത്. കാരണം അവരുടെ തിന്മകൾ എല്ലാവരും കാണല്ലേ. അങ്ങനെ. പക്ഷെ നന്മയാണ് എന്നറിഞ്ഞാൽ പോലും ഒരു വേദിയിലൊക്കെ ഒരു മന്ത്രിയിൽ നിന്നൊക്കെ എന്നെ പോലത്തെ ഒരു ഗായക അത്രയും ഞാനൊന്നും ഒരിക്കലും ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല.
കിട്ടുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങളാണ്. കഴിഞ്ഞു പോയതല്ല. വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ മുമ്പിൽ നിന്നോ കയ്യിൽ നിന്ന് പൊന്നാട സ്വീകരിക്കുക, മന്ത്രിമാരിൽ നിന്ന് സ്വീകരിക്കുക, മൊമെൻ്റ് സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത് ഇനി എനിക്കത് അങ്ങനെ ഒരു ചാൻസ് കിട്ടും എന്ന് എനിക്ക് തോന്നണേ ഇല്ല. അതുകൊണ്ടാണ് ഞാനത് എടുത്തു വെക്കേണ്ടിയിരുന്നു എന്ന് മനസ്സിൽ ദുഃഖമുണ്ട്. പക്ഷെ ഞാനത് എടുക്കില്ല. അതിപ്പോൾ ചെറുതായിട്ടൊരു പാട്ട് നിലത്ത അതൊന്ന് പിടിച്ചിട്ട് എനിക്ക് അയച്ചു തരണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തന്നെ പഠിച്ചോനെ പാട്ട് തെറ്റ് എങ്ങാനും ചെയ്താലോ എന്ന് കരുതി ഞാനത് എടുക്കില്ല. അങ്ങനെ ഒരു ഇത്. പിന്നെ ആരെങ്കിലും എടുത്താൽ തന്നെ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുകയില്ല, വേണ്ട ഇത് അയച്ചു കൊടുക്കണ്ട, അവരെങ്ങാനും ഫേസ്ബുക്കിൽ ഇട്ടാലോ എന്നുള്ളൊരു തോന്നൽ. ഞാനാണെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നില്ല, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നില്ല. ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ ഒരുപാട് സംഗീത ഗ്രൂപ്പുകളുള്ളത് കൊണ്ട് അത് ഇഷ്ടംപോലെയുണ്ട്. ഇത് ഫോണ് സ്ഥലമില്ല, അത്ര അധികം ഉണ്ട് എന്ന് മാത്രം.